ഹലോ മക്കളെ, ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ജെഇ മെയിൻ്റെ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് എക്സാമുകൾ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് GIB നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ GIB എഴുതിയപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ട്രാറ്റജീസാണ് ഞാൻ ഇനി ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് GIB എഴുതിയപ്പം നമുക്കറിയാം അതൊരു പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് നിങ്ങൾ എഴുതിയത് അല്ലേ. പക്ഷേ നിങ്ങൾ രണ്ടാമത്തെ GIBക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ GIB എന്ന് പറയുന്നത് പ്യുവർലി നിങ്ങൾ CBT മോഡിൽ തന്നെയായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. എങ്ങനെയാണോ നമ്മുടെ ജെഇ മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതേ പാറ്റേണിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇത് വലിയൊരു ചാൻസ് തന്നെയാണ് നിങ്ങൾക്ക്. കാരണം റിയൽ ടൈമിൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, അതും ബിഫോർ ജെഇ മെയിൻ, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ റഫ് ഷീറ്റുകൾ എടുക്കും, പെൻ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കും, അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യും, എന്നിട്ട് ആൻസർ നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് പോകും. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്മളെ CBT മോഡിൽ എഴുതുന്ന ഒരു എക്സാം ആണെങ്കിൽ ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് കൊണ്ടുപോകണം. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, കാരണം റിയൽ ടൈമിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഈ ഒരു CBT എഴുതുന്നതുകൊണ്ടൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 3 അവേഴ്സിൻ്റെ ഒരു എക്സാമാണ്. നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സൈഡിൽ ടൈമർ ഉണ്ട്. ടൈമർ ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. സോ ടൈമർ കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ കൂടും. കാരണം ഇനി ഇത്ര ടൈമല്ലേ ഉള്ളൂ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ റഷ് ആകും. ഈ റഷ് ആകുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വരും. നമുക്ക് മിസ്റ്റേക്സ് വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ എക്സാമുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിയൽ ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഈ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്? അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സെക്ഷനിൽ നിന്നാണ് അല്ലേ, 3 സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും എക്സാം എഴുതാൻ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏത് സെക്ഷൻ എടുത്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഒരു പാലറ്റ് സൈഡിലുണ്ട് അല്ലേ. അപ്പോൾ ഈ പാലറ്റിൽ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങൾ, അതുപോലെ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, പിന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ കുറേ കൂടെ ടൈം അതിന് എടുക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അതായത് മാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരിതൊക്കെ ഐഡിയ കിട്ടും. പക്ഷേ നിങ്ങളിതൊക്കെ പെന്നും പേപ്പറും ഉപയോഗിച്ച് ഒരു എക്സാം എഴുതുമ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ ജെഇ മെയിൻ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമയമുണ്ടല്ലോ, ഇനി ഇത് ഒരു 10 ചോദ്യം ചെയ്തിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുന്നു, ഈ ഒരു രീതിയിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതും അല്ലേ. പക്ഷേങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ട് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു എക്സാമും എഴുതിയില്ല, നിങ്ങൾ ജനുവരിയിൽ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഷൻ കാരണം തന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു അവസരം കണ്ടിട്ടുണ്ട്. സോ അപ്പം ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു CBT എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ടൈം മാനേജ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ പറ്റും. രണ്ടെന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, അതായത് ആ എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഏത് സെക്ഷൻ ആദ്യം അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ സെലക്ഷൻ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ നമുക്ക് ഒഴിവാക്കുന്ന ഒരു വഴിയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഞാൻ മുമ്പേ പറഞ്ഞ ഈ ടൈം മാനേജ്മെൻറ്റ് കാര്യം തന്നെ പറഞ്ഞ കാര്യമാണ്, സ്പീഡും ആക്യുറസിയും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ടൈം പോകുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, സ്പീഡ് കൂട്ടും, വേഗം ചെയ്യാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് വരും. പക്ഷേ ഈ വേഗം ചെയ്യുന്ന സമയത്ത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് മാത്രമല്ല ക്വസ്റ്റ്യൻ്റേത്, ആക്യുറസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന്, നമുക്ക് ഒരു റഫ് ഷീറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ, ഒരു പെന്നും ഒരു റഫ് ഷീറ്റും കാണും. അപ്പോൾ ഈ റഫ് ഷീറ്റ് നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ CBT എഴുതുമ്പോൾ നമ്മൾ റഫ് ഷീറ്റ് തരുമ്പോൾ ആ റഫ് ഷീറ്റ് ചുമ്മാ ഇങ്ങനെ വാരി വലിച്ച് എഴുതാതെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് വേണം കാൽക്കുലേഷൻസ്
ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. കാരണം എവിടെയാണ് ഞാൻ ചെയ്തു വെച്ചെന്ന് അവസാനം ഉത്തരം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പല ചിന്തകൾ വരുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എനിക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ എക്സാം കഴിയുമ്പോൾ സാധാരണ വരാറുണ്ട്. അപ്പം ഇതും ഈ ഒരു CBT കഴിയുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാകും വരാനുള്ള എക്സാമിനെ ഇനി ഏത് രീതിയിൽ ബെറ്ററായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു CBT എഴുതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എല്ലാവരും മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ GIBക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ GIB എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 12th, 13th ആൻഡ് 14th എന്ന ഡേറ്റിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു അവസരം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. സോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.